കാണിക്കുക. മോളെയും നമ്മളിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു 2022 എങ്ങാണ്ട് ഈ പൈസയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മകളായിരിക്കണം അതിൻ്റെ വിഡ്രോ ചെയ്യാനുള്ള അവകാശി, 18 വയസ്സിന് ശേഷം വേറെ ആരും അതിൽ തുടരുതെന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി. രാവിലെ തൊട്ട് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ബാല കോടതിയെ പറ്റിച്ചു എന്ന് പറഞ്ഞ് കോടതിയിൽ കള്ളത്തെളിവുകളൊക്കെ വെച്ച് കോടതിയെ പറ്റിക്കാൻ ശ്രമിച്ചു, അതിനെതിരെ കേസ് ബാലയ്ക്ക് വന്നു എന്നൊക്കെയാണ്. എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് കുറേ പേർക്ക് അറിയാത്തതുണ്ടായിരിക്കാം. സോ അത് പറയുകയാണെങ്കിൽ ബാലയും അതുപോലെ തന്നെ മുൻ ഭാര്യയായിട്ടുള്ള അമൃതയും തമ്മിൽ കുറേ അധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുട്ടിയുണ്ട്, മോളുള്ള സമയത്ത് മോളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് തുക ഉണ്ടായിരുന്നു. അതിൻ്റെ തുകയുണ്ടെങ്കിൽ ബാല അടയ്ക്കാമെന്നാണ് അന്ന് കോടതിയിലൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതൊന്നും ആ ബാല അടച്ചതൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബാല ആ ഒരു ഇൻഷുറൻസിൻ്റെ തുക ഉണ്ടെങ്കിൽ ഇവരറിയാതെ തന്നെ ഈ ഒരു അമൃതയും മോളും അറിയാതെ തന്നെ എടുക്കുകയുണ്ടായിരുന്നു. ഇതാണ് ഭയങ്കരമായിട്ട് മോളെ ചതിച്ചു എന്ന് പറഞ്ഞിപ്പം അമൃത പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ 18 വയസ്സാകുമ്പോൾ കുട്ടിക്ക് വേണ്ടി ആവശ്യത്തിനുള്ള പൈസയായിരുന്നു ഇതൊക്കെ, അതിൻ്റെ പ്രീമിയം അടയ്ക്കാമെന്ന് ബാല പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ചെയ്തിട്ടില്ല. എതിരെ വഞ്ചന കുറ്റത്തിന് പരാതി. ആ പരാതി നൽകിയിരിക്കുന്നത് മുൻ ഭാര്യ അമൃത സുരേഷാണ്. കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വലിയ കൃത്രിമം ബാല കാണിച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അമൃത. മാത്രമല്ല കുഞ്ഞിനെ കൂടി വലിച്ചെടുത്തൊരു കേസാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതത്തിൽ അത്യാവശ്യം ഗൗരവമുള്ള കേസ് എന്ന് തന്നെ നമ്മൾക്ക് വായിച്ചെടുക്കേണ്ടത്. നേരത്തെ തന്നെ അമൃതയെയും കുഞ്ഞിനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വലിച്ചിഴയ്ക്കുന്നു, ആക്ഷേപിക്കുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുന്നു. കുഞ്ഞിനെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കേസ് വന്നു. അന്ന് ഈ കേസിൽ ബാലയെ അറസ്റ്റ് ചെയ്തു. ഈ നടപടിക്രമങ്ങൾ തുടരുന്നതിനിടെ ഈ കേസ് ഹൈക്കോടതിയിൽ ക്വാഷ് ചെയ്യാൻ ബാല കൊടുത്തിരിക്കുന്നു. ആ കൊടുത്ത രേഖകളിലാണ് കൃത്രിമം നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ അമൃത സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ കൃത്രിമം നടന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇവർക്ക് അതിനൊപ്പം കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഇവരുടെ ഡിവോഴ്സ് എഗ്രിമെന്റിന്റെ പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിലെ 5-ാം പേജ് ഫോർജ് ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അമൃത ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിൽ അമൃതയുടെ ഒപ്പ് വ്യാജമായിട്ടിരിക്കുന്നു. മാത്രമല്ല കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ പേജിൽ ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നുള്ള പരാതിയാണ് നേരത്തെ തന്നെ അമൃതയ്ക്ക് ഉണ്ടായിരുന്നത്. അത് മാത്രം അപ്പോഴൊക്കെ ബാല വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം കുഞ്ഞിനോടുള്ള സ്നേഹമാണ്, കുഞ്ഞിനെ കാണാൻ തന്നെ അനുവദിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ആയിരുന്നു. ആ പറയുന്ന ആൾ തന്നെ കുഞ്ഞിനായി കരുതി വെച്ച ഏക നിക്ഷേപത്തിലും കൃത്രിമം കാണിച്ചു. അതായത് കുഞ്ഞിനോടും ബാല വഞ്ചന കാണിച്ചു, ഹൈക്കോടതിയെ പോലും വഞ്ചിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ അമൃത സുരേഷ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കുഞ്ഞിനായി ആകെ ഒരു ഇൻഷുറൻസ് ചേർന്നിരുന്നു. ആ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ കുട്ടി മെച്ചൂറായി കഴിയുമ്പോൾ കുട്ടിയുടെ പഠന ചെലവിന്, കുട്ടിയുടെ വിവാഹ കാര്യങ്ങൾക്കുള്ള തുക എന്ന് പോലും അതിൽ പരാമർശിച്ചിട്ടുണ്ടത്രേ. അതിനൊക്കെ ആകെ ഒരു അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് കരുതലായി നീക്കി വച്ചിരിക്കുന്ന സമ്പാദ്യം ഇവരറിയാതെ തന്നെ അതിൻ്റെ പ്രീമിയം തുക അടയ്ക്കാമെന്ന് ഉള്ള വ്യവസ്ഥ കരാറിലുണ്ടായിരുന്നു. അത് ലംഘിച്ചുകൊണ്ട് പ്രീമിയം തുക അടച്ചിട്ടില്ല. അതുമാത്രമല്ല അത് വിഡ്രോ ചെയ്തിരിക്കുന്നു. അത്തരത്തിൽ വലിയ വഞ്ചന കുഞ്ഞിനോട് പോലും കാണിച്ചിരിക്കുന്നു. തന്നെയും കുഞ്ഞിനെയും വഞ്ചിച്ചു എന്നതിനുപരിയായി നിയമവ്യവസ്ഥയെ കുട്ടിയുടെ പേരിലുണ്ടായിരുന്ന ഇൻഷുറൻസ് തുക അതുമാത്രമല്ലാതെ ആ ഒരു കോടതിയിൽ സബ്മിറ്റ് ചെയ്ത പേപ്പറിൽ അമൃതയുടെ ഒപ്പ് വരെ കള്ള ഒപ്പാന്ന് വരെ കോടതി തിരിച്ചറിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ കേസ് വരെ എടുത്തേക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി തന്നെ പറ്റിക്കുമെന്ന് പറഞ്ഞാൽ അത് വളരെ ശിക്ഷാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അതും ബാല തന്നെ ഒപ്പൊക്കെ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റായിട്ടുള്ള കാരണം കോടതി തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തേക്കുന്നത്. ബാക്കി അപ്ഡേറ്റുകൾ ഇനി വരുത്തത് മാത്രമേ ഉള്ളൂ.